നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു WinTrader. ഓപ്ഷൻസിൽ സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെ നമുക്കൊരു ട്രേഡ് എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും പെർഫോമൻസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കണ്ടിന്യൂസ് ആയിട്ട് 2-3 ദിവസങ്ങളായിട്ട് ബൈ ട്രെൻഡ് തന്നെയാണ് പോകുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ ഡൗണിലേക്ക് പോകുന്ന എക്സ്പെക്ട് ചെയ്യുന്നവർക്കൊക്കെ എല്ലാം അതിന് വിപരീതമായിട്ട് ബൈ ട്രെൻഡിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അപ്പം ഈ ഹ്യൂജായിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ഇതുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പം എത്രത്തോളം നമുക്ക് ആക്ച്വലി ഹോൾഡ് ചെയ്ത് വെക്കണം നമുക്കറിയില്ല, എപ്പോൾ റിവേഴ്സ് പോകുമെന്ന് അറിയില്ല, എങ്ങനെ എൻട്രി എടുക്കുമെന്ന് അറിയില്ല. അപ്പം നമുക്ക് ആക്ച്വലി ഇൻ ദ മണിയാണോ അറ്റ് ദ മണിയാണോ ഔട്ട് ഓഫ് ദ മണിയാണോ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് ആക്ച്വലി കൺഫ്യൂസിങ് ആണ്. ഇപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്നും വൺ സൈഡ് മൊമെൻറ്റ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്, ഇപ്പം നമുക്ക് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വൺ സൈഡ് മൊമെൻറ്റ് ആണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. പക്ഷേ എത്രത്തോളം നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് നമ്മുടെ സോഫ്റ്റ്വെയർ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഏറ്റവും വളരെ ഉപകാരമാണ്. അപ്പം അതൊരു ടെക്നിക്കൽ അനാലിസിസ്, അതായത് ഒരു ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് കറക്റ്റായിട്ട് ഒരു ചാർട്ടിങ് സോഫ്റ്റ്വെയറിലൂടെ, അതായത് മാർക്കറ്റ് ബൈറ്റണിലേക്കാണോ സെൽറ്റണിലേക്കാണോ റിവേഴ്സ് പോകുന്നത്, ഏത് പോയിന്റിലാണ് നമുക്കൊരു ചാർട്ടിങ് അനാലിസിസ് വഴി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പം ഇന്ന് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഓപ്ഷൻസ് ഞാൻ കാണിക്കുന്നുണ്ട്. ഇൻ ദ മണിയുണ്ട്, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണിയുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് സ്റ്റോക്കിൽ വന്ന അംബുജാ സിമെന്റിൽ വന്ന മൂവ്മെൻറ്റും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിനകത്തൊരു ബൈ വന്നിട്ട് റിവേഴ്സ് പോയിട്ടുണ്ട്. അപ്പോൾ റിവേഴ്സ് പോകുമ്പോഴും നമുക്ക് ആക്ച്വലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് വരെ വാച്ച് ചെയ്യണം. അതോടൊപ്പം നിങ്ങൾക്കൊരു ഡെമോൺസ്ട്രേഷൻ, അതായിട്ട് ലൈവായിട്ട് ഡെമോ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. എൻ്റെ നമ്പർ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, സീമ കൃഷ്ണ. ഫസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ലൈവ് റേറ്റ് ആണ് ഈ കോർണറിൽ കാണുന്നത്. ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് നമുക്ക് ആക്ച്വലി സെറ്റ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചാർട്ടിനേക്കാളും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാർട്ടാണിത്. കാരണം ഈ ചാർട്ട് ബാർ ചാർട്ടാണ്. ഇതിനകത്ത് മാർക്കറ്റ് ഇപ്പോൾ അപ്പ് ഡൗൺസ്, മാർക്കറ്റ് കുറച്ച് ഇപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി രാവിലെ കുറച്ച് കയറിയിട്ട് പിന്നെ കുറച്ച് ഒരു 60 പോയിന്റുകൾ ഡൗൺ ആയിട്ടാണ് പിന്നെ എഗെയിൻ ബൈയിലേക്ക് പോയത്. അപ്പോൾ നമുക്ക് നമ്മൾ ആക്ച്വലി നോക്കുന്ന സമയത്ത് അവിടെ ഡൗൺ എടുക്കണം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ബാങ്ക് നിഫ്റ്റി ഇന്നലത്തെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്ന് പോയി. ഇന്ന് മാർക്കറ്റ് രാവിലെ കയറിയപ്പം അത്രത്തോളം ബൈ കയറിയിട്ടുണ്ട്. കുറച്ച് ആക്ച്വലി അപ്രോക്സിമേറ്റ് 100 പോയിന്റുള്ള ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് 100 പോയിന്റോളം കയറി, നല്ല കയറ്റം കയറിയിട്ട് അത് കഴിഞ്ഞ് 60 പോയിന്റോളം ഇറങ്ങി. അപ്പോൾ ഇവിടെ സെല്ല് ആക്ച്വലി എടുക്കുന്ന നമുക്ക് സാധാരണ ചാർട്ടിങ് സോഫ്റ്റ്വെയർ അവിടെ ഡൗൺ തരും. ഡൗൺ തന്നൊരു 60 പോയിന്റ്സോളം ഇറങ്ങിക്കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ സോഫ്റ്റ്വെയർ അവിടെ ആക്ച്വലി സെല്ല് തരാത്ത സ്ഥിതിക്ക് അവിടെ നിന്ന് റിവേഴ്സ് ചാൻസ് ഉണ്ട്. അപ്പോൾ സാധാരണ ചാർട്ടിങ് സോഫ്റ്റ്വെയറിനേക്കാളും കൺഫേം ബൈയും സെല്ലും മാത്രമേ തരുള്ളൂ. എവിടെയും എപ്പോഴും കയറി സെല്ല് തരില്ല. ആക്ച്വലി കൺഫേം ആയിട്ട് തിരിഞ്ഞു കയറാൻ ചാൻസ് ഉള്ള മൊമെൻറ്റ്സിൽ സോഫ്റ്റ്വെയർ അവിടെ സൈഡ് വേസ് മാത്രമേ കാണിക്കുള്ളൂ. അവിടെ ഒരു നമുക്ക് കൺഫേംഡ് ആയിട്ടൊരു സെല്ല് അവിടെ തരത്തില്ല. അപ്പം നമുക്ക് കറക്റ്റായിട്ടൊരു അസംഷൻ ഉണ്ടാവും, മാർക്കറ്റ് ഇത് ഡൗൺ തന്നെയാണോ അതോ സെല്ലിലേക്കും ബൈയിലേക്ക് തന്നെ പോകുന്ന ട്രെൻഡാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പെട്ടെന്ന് സാധിക്കും. അപ്പം നമ്മൾ നോക്കേണ്ടത് വളരെ സിമ്പിളാണ്. ഇപ്പം നമുക്ക് ബൈ ട്രെൻഡാണ് തരുന്നതെങ്കിൽ നമുക്ക് ആക്ച്വലി സോഫ്റ്റ്വെയർ ക്യാൻഡിൽ കളർ ഗ്രീൻ ആവും, താഴെയും ഗ്രീൻ ബൈസോൺ വരും. അതായത് ഗ്രീൻ കളർ അപ്പാരോ ആണ് ബൈസിക്കിൾ വരുന്ന സമയത്ത് അലേർട്ട് തരും. അതോടൊപ്പം ഡീറ്റെയിൽസ് എല്ലാം മുകളിലും താഴെയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബൈസിക്കിൾ ലേറ്റസ്റ്റ് ആയിട്ട് 9:20 19,070 വന്ന് 3 ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു 118 പോയിന്റ്സ് നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടുണ്ട്. നല്ല പോയിന്റ് നമുക്ക് ആക്ച്വലി മാർക്കറ്റ് ലേൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 3 ടാർഗറ്റ് നമുക്ക് അടിച്ചിട്ടുമുണ്ട്. ഓക്കെ, പക്ഷേ നമുക്ക് ആക്ച്വലി എൻട്രി എടുക്കേണ്ടത് എവിടെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ സിഗ്നൽസ് ഓൾറെഡി വന്ന സമയത്ത് ഗ്യാപ്പിലേക്ക് ഒരു ഓപ്പൺ ആകുമ്പം ഇന്നലെ കണ്ടിന്യൂ ചെയ്ത് പോയവർക്കൊക്കെ കുഴപ്പമില്ല. പക്ഷേ ഇന്നത്തെ സിറ്റുവേഷൻസിൽ എടുക്കുന്ന സമയത്ത് കുറച്ച് കയറിയിട്ട് അത് കഴിഞ്ഞ് മാർക്കറ്റിൽ നിന്ന് ഫുൾ ബാക്ക് അടിച്ച് തിരിച്ച് കയറി. അപ്പോൾ രാവിലെ ഇവിടുന്ന് എടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് നമുക്ക് ആക്ച്വലി പിന്നെ തിരിച്ച് മാർക്കറ്റിൽ കയറുന്ന സിറ്റുവേഷൻസിൽ ഇവിടെ നമുക്കൊരു എൻട്രി ഉണ്ട്. ആ സമയത്ത് സോഫ്റ്റ്വെയർ വീണ്ടും തരാം, അല്ലാന്നുണ്ടെങ്കിൽ ആ പോർഷൻസിൽ തിരിഞ്ഞ് കയറുന്ന പോർഷൻസിൽ ഇവിടെ രണ്ടാമതൊരു ബൈ എൻട്രിക്കുള്ള ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് പോർഷൻസ് എടുക്കാം. അപ്പോൾ ആ പോർഷൻസിൽ നമ്മൾ എടുത്ത പോർഷൻസ് എന്ന് പറഞ്ഞാൽ 19,081 നമ്മൾ എടുത്തിരുന്നെങ്കിൽ നേരെ കയറി 196 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ 100 പോയിന്റ്സിന് മേലിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഏൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഒരു സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ കൺഫർമേഷൻ നോക്കുക, ക്യാൻഡിൽ കളർ നോക്കുക, താഴത്തെ കൺഫർമേഷൻ ബാർ, പ്രൈസ് ആൻഡ് ബൈസ് ഉണ്ട്. ഇത് മൂന്നും നോക്കി കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ എടുക്കുക. ഗ്യാപ്പിൽ ഓപ്പൺ ആവുന്ന സിറ്റുവേഷൻസിൽ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതിന്, കാരണം എപ്പോഴും നേരെ ബൈയിലേക്ക് തന്നെ പോകണം നിർബന്ധമില്ല. റിവേഴ്സ് പോയിട്ട് ചില സമയത്ത് പോകുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ അംബുജാ സിമെന്റ് സെയിം ഇതേപോലെ മാർക്കറ്റ് ഓപ്പൺ ആയിക്കഴിഞ്ഞ ശേഷം രാവിലെ നോക്കുകയാണെങ്കിൽ കുറച്ച് ലോങ്ങിലേക്ക് ക്യാൻഡിൽ അത് ഗ്യാപ്പിൽ കയറി ഓപ്പൺ ആയത്. മാർക്കറ്റ് ഓപ്പൺ ആയ സമയത്ത് സിഗ്നൽ കൺഫേംഡ് ആണ്, പക്ഷേ അതേപോലെ സെയിം റിവേഴ്സ്
റിവേഴ്സ് ഇറങ്ങി. അപ്പോൾ റിവേഴ്സിന് ചാൻസ് ഉണ്ട്. സോഫ്റ്റ് അവിടെ നമ്മൾക്ക് കാണിച്ചു തന്നത് കളർ ചേഞ്ച് ആണ്. കളർ ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൻ്റെ റിവേഴ്സ് ചാൻസ് ആണ്. അതായത് ബ്ലൂ കളർ, ഓറഞ്ച് കളർ, അതേപോലെ വൈറ്റ് ക്യാൻഡിൽസ്, ഇതേപോലുള്ള ക്യാൻഡിൽസൊക്കെ മാർക്കറ്റ് റിവേഴ്സ് ആണ്. അപ്പം അവിടെ നിന്ന് റിവേഴ്സ് ചാൻസ് ഉണ്ടെങ്കിൽ സോഫ്റ്റ് അവിടെ ഒബ്വിയസ്ലി നമുക്ക് ആക്ച്വലി ഒരു കളർ ചേഞ്ച് കാണിച്ചു തരും. അപ്പോൾ അത് തന്നെ കളർ ചേഞ്ച് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അവിടെ നിന്ന് പുൾ ബാക്ക് അടിച്ച് തിരിച്ച് എഗെയിൻ മാർക്കറ്റ് മേളിലേക്ക് പോകും. അപ്പോൾ അവിടെ നമുക്ക് ഒബ്വിയസ്ലി ഷുവറായിട്ട് നമുക്ക് ആക്ച്വലി ഒരു ബൈ എൻട്രിക്കുള്ള ചാൻസ് എഗെയിൻ ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് സോഫ്റ്റ്വെയർ അവിടെ കൺഫേം ആയിട്ട് നമുക്ക് ആക്ച്വലി ഇവിടെ നിന്നൊരു സൈഡ് വേസോ ഒരു ഡൗൺ ട്രെൻഡിനോ ഒരു സിഗ്നൽ തരാത്തത്. അപ്പോൾ റിവേഴ്സ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവും ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ്വെയർ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. നമുക്ക് അവിടെ നിന്ന് തിരിച്ചൊരു ബൈ ട്രെൻഡിലേക്കുള്ള ചാൻസ് നമുക്ക് ആക്ച്വലി ഉണ്ടെന്നുള്ളത് ഷുവറാണ്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ നമുക്ക് ആക്ച്വലി അവിടെ നിന്ന് ഓപ്ഷൻ എടുക്കണമെന്നെങ്കിൽ ഇന്നത്തെ ഓപ്ഷൻ പ്രകാരം നമുക്ക് നോക്കുകയാണെങ്കിൽ രാവിലെ വന്ന 19,070ക്കാണ് സിഗ്നൽ വന്നത്. അപ്പോൾ ആ സമയത്ത് റേറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി 18,900 കോൾ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ കൺഫർമേഷൻ പ്രകാരം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 19,084 നമുക്ക് കൺഫർമേഷൻ വന്ന് നമ്മൾ പോർഷൻ എടുത്തെങ്കിൽ നമുക്ക് 18,900 കോൾ നമുക്ക് എടുക്കാമായിരുന്നു. അതിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ മണിയായ 19,100 ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 19,000 3 കോൾ ഓപ്ഷൻ്റെ ഞാൻ ചാർട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ രാവിലെ 18,900 മോർണിംഗിൽ ഒരു സിഗ്നൽസ് 215 വന്നു. നമുക്ക് ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് 231 പോയിന്റ് എടുത്തിട്ട് നമുക്ക് നേരെ കയറി 310 വരെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം മുകളിലും താഴെ കൊടുത്തിട്ടുണ്ട്. 3 ടാർഗറ്റ് മേടിച്ചിട്ടുണ്ട്. 94 പോയിന്റ്സ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സെയിം 19,100 നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതേ പോർഷനിൽ ഗ്യാപ്പിൽ കയറി ഓപ്പൺ ആയി കഴിഞ്ഞ ശേഷം ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് നമ്മളെടുത്ത് 88 പോയിന്റ് കയറി എടുത്തിട്ട് 141 വരെ കയറിയിട്ടുണ്ട്. നല്ലൊരു ഹ്യൂജ് ഹൈക്ക് നമുക്ക് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് എക്സിറ്റ് ചെയ്താലും 118 വരെ കയറിയിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് ലെവൽ നമുക്ക് ഔട്ട് ഓഫ് ദ മണിക്കും എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ 19,000 ഞാൻ കാണിച്ചു തരാം. അതും സെയിം ഇതേപോലെ നമ്മൾ ബ്രേക്ക് ഔട്ട് വന്ന് 150 എടുത്തിട്ട് നമുക്ക് നേരെ 222 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും പ്രീമിയം ചാർട്ട് നമുക്ക് വ്യൂവിൽ പോയി സിമ്പിൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആ സോഫ്റ്റ്വെയർ 3 ടാർഗറ്റും കഴിഞ്ഞിട്ടും പിന്നെ റീ എൻട്രി തന്ന ടാർഗറ്റും കൂടെ നമുക്ക് അടിച്ചിട്ടുണ്ട്. അതായത് ബൈറ്റണിലേക്ക് പിന്നെയും എഗെയിൻ ചാൻസ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ 3 ടാർഗറ്റ് അടിച്ച് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ സോഫ്റ്റ്വെയറുടെ ബൈ തന്നെ തരും. അപ്പം എഗെയിൻ ഒരു റീ എൻട്രി തരും. അതോടൊപ്പം നമുക്ക് താഴത്തെ കൺഫർമേഷൻ ബാർ ഗ്രീൻ ആണ്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. ഓക്കെ, അപ്പം ഇത്രയും മാത്രം ശ്രദ്ധിക്കുക. സിഗ്നൽസ് കൺഫേം ആണ് എടുക്കുക. റെസിസ്റ്റൻസ് സപ്പോർട്ട് നോക്കുക. ട്രെൻഡ് ലൈൻ നോക്കുക. ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ ട്രെൻഡ് ലൈൻ എന്നാണ് പറഞ്ഞത്. ക്യാൻഡിൽ കളേഴ്സ് നോക്കുക. ഇത്രയും മാത്രം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. നല്ല രീതിയിൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എങ്ങനെ ഒരു ലൈവിൽ അറ്റൻഡ് ചെയ്യണം നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അതിൽ ലൈവ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കുക. എന്നെ വിളിച്ചാൽ മതി. സീമ കൃഷ്ണ 81390394.